കണ്ടിയാർവട്ടം പറഞ്ഞിട്ടൊരു പൂവാണ്. ഇപ്പോൾ ഒന്നും അധികം കാണാറില്ല നമ്മൾ. കണ്ടിയാർവട്ടം എന്ന് പറയുന്ന പേര് ആ പൂവാണ്. ഇത് കോളാമ്പി എന്ന് പറഞ്ഞിട്ടുള്ള പൂവാണ്. കോളാമ്പി പോയി അതിനാണ് പേര് പറയും. യെല്ലോ കളറിൽ. ഇത് അണ്ടിയാർവട്ടം പറഞ്ഞിട്ട് പൂവാണ്. അണ്ടിയാർവട്ടം ഒരു പൂവ. നല്ല ഭംഗി കാണാൻ കണ്ട ഫ്ലവർ. ഇത് കോളാമ്പി എന്ന് പറയും. നല്ല ഭംഗിയുള്ള പൂവ്. യെല്ലോ കളറിൽ ഇങ്ങനെ വരും ഒരു പൂവ്. ഇനി നമുക്ക് കാണാൻ പോകേണ്ട നല്ല പൂതാണ് ഇവിടെ കിട്ടും. ഇതാണ് ശംഖുപുഷ്പം. ശംഖുപുഷ്പം നല്ലതാണ്, ഹെൽത്തിന് ഒത്തിരി നല്ലതാണ്, ഒത്തിരി വില ഉള്ളതാണ്. ഗ്രീൻ ടീ മാതിരിയാണ്. ഇപ്പോൾ എല്ലാവരും ഇത് ഉണക്കി പൊടിച്ച് കഴിക്കുന്നുണ്ട്. ഞാനും പല പ്രാവശ്യം യൂട്യൂബിലിട്ടിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ വീട്ടിലുണ്ടായ ശംഖുപുഷ്പമാണ്. നിറയെ ശംഖുപുഷ്പം പൂക്കളുണ്ടായിട്ടുണ്ട്. ഇത് ഒരു എല്ലിയല്ല, 2 എല്ലി പൂക്കളാണ്. നല്ല ഭംഗിയുള്ള പൂക്കളാണ്. കാണാനും ഭംഗിയാണ്, ശരീരത്തിന് ഒത്തിരി നല്ലതാണ്. ഇത് ചോറും കൂടി അരച്ചിട്ട് മുഖത്ത് തേച്ചാലും മുഖ സൗന്ദര്യം വർദ്ധിക്കാനും ഒരു പാക്ക്, മുഖത്ത് തേക്കുന്ന ഒരു പാക്കായി യൂസ് ചെയ്യാം. ഒരു ക്രീമായിട്ട് കടയിൽ നിന്ന് മേടിച്ച് കഴിക്കുന്നതിനേക്കാളും ഇതിൽ നിന്നൊരു 3 പൂവ് ഇടുക, കുറച്ച് വെളിച്ചെണ്ണ വയ്ക്കുക, കുറച്ച് ചോറിട്ട് അരച്ച് മുഖത്ത് തേക്കുക. നല്ലതാണ്. പിന്നെ ചായ ഉണ്ടാക്കി കുടിക്കാൻ വളരെ നല്ലതാണ്. പല അസുഖങ്ങൾക്കുള്ള മരുന്നാണിത്. ഇതൊക്കെ ഫുള്ളായിട്ടൊന്ന് ഇട്ടിട്ടുണ്ട് പൂവ്. ഇത് ഫുള്ള് പൂവ് ട്രീസാണെന്ന്. അതുകൊണ്ടാണ് കാണിച്ചു തരാൻ വെച്ച് ഫുള്ളായിട്ടൊന്ന് എന്താ പറയുക ശംഖുപുഷ്പം. ഇനി റോസാണ്, വൈറ്റ് റോസ്. നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. വൈറ്റ് റോസ് വളരെ ഭംഗിയായിട്ട് കാണാം. വൈറ്റ് റോസ് നല്ല ഭംഗിയുള്ള വൈറ്റ് റോസ് പൂ. ഇതിൽ 4-5 മുട്ടുണ്ട്, പൂവുണ്ട്. വൈറ്റ് റോസ് നല്ല ഭംഗിയുള്ള വൈറ്റ് റോസ്. അതിൻ്റെ വൈറ്റ് റോസിൻ്റെ ഭംഗി നല്ല ഭംഗിയായിട്ടാണ് കാണാൻ. ഇത് റെഡ് കളർ റോസ്. ഇത് റെഡ് റോസാണ്, നല്ല റെഡ് റോസ്. ഇത് വൈറ്റ് റോസ്. ഇത് കഞ്ഞിക്കൂർക്കടയിലാന്ന് കേട്ടിട്ടില്ല എല്ലാവരും. കഞ്ഞിക്കൂർക്കടയിലാണ്. ഇത് നമുക്ക് ചുമ, കഫം, പനി ഇതൊക്കെ വരുമ്പോൾ ഇത് തിളപ്പിച്ച് വെള്ളം കുടിക്കുക, വളരെ നല്ലതാണ്. കഞ്ഞിക്കൂർക്കടയില. ശംഖുപുഷ്പം, നല്ല ശംഖുപുഷ്പത്തിൻ്റെ പൂക്കൾ. കുറേ പൂക്കളാണ് ശംഖുപുഷ്പത്തിന് മുകളിൽ ഉണ്ടായിട്ടുള്ളത്. നിറയെ ശംഖുപുഷ്പം പൂവിട്ടുണ്ടെന്ന്. അത് കാരണം കാണിച്ചു തരാമെന്ന് വെച്ചു. ഇത് നല്ല